നമസ്കാരം. ഗുരുഗീത 96 തൊട്ട് 100-ാമത്തെ ശ്ലോകം. ന ഗുരോരധികം ന ഗുരോരധികം ന ഗുരോരധികം ന ഗുരോരധികം ശിവശാസനദ 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 ഇദമേവ ശിവം ത്വിദമേവ ശിവം ത്വിദമേവ ശിവം ത്വിദമേവ ശിവം മമ ശാസനദോ മമ ശാസനദോ മമ ശാസനദോ മമ ശാസനദാഃ. ഗുരുവിനേക്കാൾ അധികമായി മറ്റൊന്നില്ല. ഇതെൻ്റെ ശാസനം തന്നെ. ഗുരു തന്നെ ശിവമായത് അഥവാ മംഗളമായത്. ഇതെൻ്റെ കൽപ്പനയാകുന്നു. ഏവം വിധം ഗുരും ധ്യാത്വാ ജ്ഞാനമുത്പദ്യതേ സ്വയം തത്സദ്ഗുരുപ്രസാദേന മുക്തോ ഹി മതി ഭാവയേത്. ഇങ്ങനെ ഗുരുധ്യാനം ചെയ്യുന്നതായാൽ പരമജ്ഞാനം തനിയെ ഉണ്ടാകും. സദ്ഗുരുപ്രസാദത്താൽ ഞാൻ മുക്തനാണ് എന്ന് സ്വയം ഭാവിക്കേണ്ടതാണ്. ഗുരുദർശിതമാർഗേണ മനഃശുദ്ധിം തു കാരയേത് അനിത്യം ഖണ്ഡയേത് സർവം യത്കിഞ്ചിദാത്മഗോചരം. ഗുരു കാട്ടിത്തന്ന വഴിയാൽ മനഃശുദ്ധി വരുത്തേണ്ടതാണ്. ആത്മഗോചരങ്ങളായ സർവനശ്വര വസ്തുക്കളെയും ഖണ്ഡിക്കുന്നതുമാണ്. ജ്ഞേയം സർവസ്വരൂപം ച ജ്ഞാനം ച മന ഉച്യതേ ജ്ഞാനം ജ്ഞേയസമം കുര്യാത് നാന്യപന്ഥ ദ്വിതീയക. ജ്ഞേയമായത് സർവസ്വരൂപജ്ഞാനമാണ്. ജ്ഞാനം മനസ്സാകുന്നു. ജ്ഞാനസമം തന്നെ ജ്ഞേയം. അതിനാൽ മറ്റൊരു പാന്താവ് ഇല്ലെന്നറിയേണ്ടതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.